റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രാർത്ഥനയോടുകൂടെ അല്പനിമിഷം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ചു മാനിക്കുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് നാം പാലിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ വേദപുസ്തകം വായിക്കുവാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്ക് മിക്ക കുഞ്ഞുങ്ങളും ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ബൈബിൾ വായിക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളൊക്കെ കൊടുത്താൽ അവർ വായിക്കും. പക്ഷേ വേദപുസ്തകം വായിക്കാൻ പറഞ്ഞ് ചില കുഞ്ഞുങ്ങൾ മടിച്ച് വായിക്കാറുണ്ട്. എന്നാൽ ഓരോ ദിവസവും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നത് കുഞ്ഞുങ്ങൾ ബൈബിൾ വായിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം, നാം അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേദഭാഗങ്ങൾ കുഞ്ഞുങ്ങളെ മനഃപ്പാഠമാക്കുന്നതിൽ നാം ഒട്ടും മടുത്തു പോകരുത്. അത് തീർച്ചയായും കുഞ്ഞുങ്ങളെ കൊണ്ട് വേദഭാഗങ്ങൾ എന്ത് ചെയ്യണം, മനഃപ്പാഠമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് യഹോവ എൻ്റെ ഇടയനാകും. നമ്മൾ ഫസ്റ്റ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞിരുന്ന ഒരു വേദഭാഗമാണത്, യഹോവ എൻ്റെ ഇടയനാകും. നമ്മളത് മറന്നു പോകുന്നില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നാം ശീലിക്കുന്ന ഏത് കാര്യമായിരുന്നാലും അതൊരിക്കലും അത് മറക്കുകയില്ല. അങ്ങനെയാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുവാനുള്ളത് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഫാമിലി പ്രെയർ. കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ മിക്ക കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന ഒരുമിച്ചുള്ളത് അത് വളരെ റയറാണ്. ഇല്ല, മിക്ക കുടുംബങ്ങളിൽ ഇല്ല. രാവിലെയും വൈകിട്ടും നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുമിക്കുന്നത് എല്ലാവരും ഉണ്ടോ? എല്ലാ കുഞ്ഞുങ്ങളായാലും ശരി വലിയവരായാലും ശരി പ്രാർത്ഥനയിൽ സന്ധ്യപ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ അവരെല്ലാവരും ഒരുമിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്ത് മിക്കവാറും കുഞ്ഞുങ്ങൾ മൊബൈൽ നോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ഒന്നുകിൽ അവർ ടി വിയും കണ്ടുകൊണ്ട് വല്ല ക്രിക്കറ്റ് മാച്ചോ ഇതുപോലൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ കണ്ട് അവർക്ക് എഴുന്നേക്കാൻ പറ്റാതെ ലോക്കായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ കാണാം മൊബൈൽ നോണ്ടി വല്ല ഗെയിംസും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയാതെ അവരിങ്ങനെ ഇരിക്കും. പിന്നെ അടിയൊക്കെ കൊടുത്ത് പിന്നെ വഴക്കുമൊക്കെ പറഞ്ഞാണ് അവരവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോൾ മിക്ക കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കണമേ എന്നാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം, അവരുടെ വഴിയിലൂടെ പോകാനല്ല. അവരുടെ ഇഷ്ടത്തിനല്ല അവർ സത്യത്തിൽ വളർത്തേണ്ടത്, നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ രീതിയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ വഴി അവർക്ക് കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. അവർ ദൈവ വഴിയിലൂടെ സഞ്ചരിക്കണം. അതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല പ്രാർത്ഥനയുടെ സമയം മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറയണം. മസ്റ്റായിട്ടും പ്രാർത്ഥനയുടെ സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുക്കണം. ദൈവത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം പ്രാർത്ഥനാ സമയം, അത് മറ്റു കാര്യങ്ങൾക്കുള്ളതല്ല. ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കാൻ പോരുത്. ആര് വന്നാലും ശരി പോയാലും ശരി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമയം അത് കർത്താവിന് തന്നെ കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലമുറകൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറയെ അങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. എത്ര പേർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്? എത്ര പേർ പാലിക്കുന്നുണ്ട്? ഇങ്ങനെയൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടോ? നിങ്ങളതൊക്കെ പാലിക്കുന്നുണ്ടോ? ഇല്ല എന്ന് തോന്നിയാൽ, കുറവായി തോന്നിയാൽ അത് നികത്തി നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കാണുവാൻ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നത് കാണുവാൻ ഇടയാകണമെങ്കിൽ നാം അത് പാലിച്ചിരിക്കണം. അപ്പോൾ തന്നെ ദൈവിക സ്നേഹം കുഞ്ഞുങ്ങളിലുണ്ടാകും, ദൈവത്തിൻ്റെ സ്വഭാവം കുഞ്ഞുങ്ങളിലുണ്ടാകും. എന്താ ദൈവത്തിൻ്റെ സ്വഭാവം? താഴ്മ, സ്നേഹം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വരുന്നതിന് കാരണം ദൈവിക സമാധാനം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കൃപ കുഞ്ഞുങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ആ പ്രാർത്ഥനയുടെ സമയത്ത് മൊബൈൽ നോണ്ടിയിരിക്കും. എത്ര വിളിച്ചാലും വരിക. ചില കുഞ്ഞുങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? ചില കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ കാണാം കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ നിലത്ത് താണിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ കാണാൻ ബെഡിന്മേലെ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അവർ ഇരിക്കുന്നിടത്തിരുന്ന് അവർ പറയുന്നത് ഞാൻ തനിച്ച് പ്രാർത്ഥിച്ചോളാം, ഞാൻ തനിയെ പ്രാർത്ഥിച്ചോളാം, ഞാൻ എപ്പോഴേ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ഞാൻ തനിച്ച് പ്രാർത്ഥിച്ചോളാം, ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ചില കുഞ്ഞുങ്ങൾ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ അവരിങ്ങനെ അതായത് എന്താ പറയുന്നത്, തനിയായി പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത്. അങ്ങനെയല്ല. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, അടയാളങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നിശ്ചയമായും പറഞ്ഞു കൊടുക്കണം എന്നത് മറന്നു പോകരുത്. ദൈവകൃപയില്ലാതെ വരുമ്പോൾ, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്, ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയി അടങ്ങിയിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ അനാവശ്യം നമ്മളറിയാത്ത കൂട്ടുകെട്ടുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ദൈവിക കൃപ, ദൈവത്തിൻ്റെ സമാധാനം അവരിൽ ഇല്ലാതെ വരുമ്പോഴാണ്, അവർക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും ബോധവും ഇല്ലാതെ വരുമ്പോഴാണ് അവർ മറ്റ് കൂട്ടുകെട്ടുകൾ തേടിപ്പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ മറ്റു കൂട്ടുകാരെ അനാവശ്യമായിട്ട് കെട്ടുന്ന അല്ലെങ്കിൽ കൂട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ? അവർക്ക് ഈ ബോധം ഉണ്ടാകണം. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവം അവരിലുണ്ടാകണം, ദൈവത്തിൻ്റെ കൃപ അവരിലുണ്ടാകണം, ദൈവത്തിൻ്റെ ആ സ്വഭാവം ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവർ നിശ്ചയമായും ആ മോശമായ കൂട്ടുകെട്ടുകളിൽ അവർ ബന്ധപ്പെടുകയില്ല. അവരെ കൂടെ തിരുത്തി ആ ദൈവഭാഗത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യാറുള്ളത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു നന്മയും അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളിൽ ഞങ്ങൾ 6 പേരാണ്. എനിക്ക് എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത്, എനിക്ക് ഒരനിയത്തിയാണ്, ഒറ്റ സഹോദരിയേ ഉള്ളൂ. 4 സഹോദരന്മാരാണ് എനിക്കുള്ളത്. ഞങ്ങൾ 6 പേരും ഉള്ളപ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ 6 പേരെയും കൂടി ഇരുത്തിക്കൊണ്ട് സന്ധ്യപ്രാർത്ഥനാ സമയത്ത് എന്നും നിത്യം, അല്ല ഒരു ദിവസത്തെ കാര്യമല്ല, എല്ലാ ദിവസവും വേദപുസ്തകം വായിച്ച് അതിൽ നിന്ന് ഒരു 1/4 മണിക്കൂറെങ്കിലും ദൈവവചനം ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. എപ്പോഴും എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആഹാരം ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങളുടെ 6 പേരുടെയും കയ്യിൽ ഓരോ ഉരുള ഉരുട്ടി തന്നിട്ട് ലാസ്റ്റ് ഒരു ഉരുള ഞങ്ങളുടെ മാതാവിന് മാറ്റി വെച്ച് അല്ലെങ്കിൽ വിളിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളുടെ പിതാവ് കഴിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കും മുതലേ ഞങ്ങളിത് കണ്ടു വളർന്നവരാണ്. എത്ര കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും? അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയത്തില്ല. ഇത്രയും പേര് കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സമയം വല്ല ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മച്ചിക്ക് ആഹാരം ചില സമയം കിട്ടാതെ വന്നിട്ടുണ്ട്. കിട്ടാതെ വരുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഇതെല്ലാം കണ്ടിരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, വെളിയിൽ കൊണ്ടുപോയി ആഹാരം മാതാവിന് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം എന്തറിയാം, അപ്പോൾ പോലും എല്ലായിടത്തിലും എല്ലാ ശ്രദ്ധയും ആ പിതാവിനുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും കഴിച്ചോ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചോ, പാട്ടുപാടിയോ, ആരെങ്കിലും പാടാതുണ്ടോ, പ്രാർത്ഥിച്ചോ, ഇതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബം ശരിയാകത്തുള്ളൂ. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച് എല്ലാവരും കിടന്നുറങ്ങും. രാത്രിയുടെ യാമം ആകുമ്പോൾ ഞങ്ങളുടെ ഡാഡി നല്ല ഒരു ദർശനം കാണും, എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. എത്ര കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരെയും എഴുന്നേൽപ്പിക്കും. പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദർശനം കണ്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചില സമയം പ്രസംഗിക്കുന്നത് പോലെ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതായിട്ടൊക്കെ ദർശനം കാണുകയോ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്യഭാഷ പറയും. രാത്രി ഉറക്കത്തിലൊക്കെ അന്യഭാഷ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചാടി എഴുന്നേൽക്കും. ഞങ്ങളെല്ലാം ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങല്ലേ, എല്ലാവരും എഴുന്നേൽക്കും. രാത്രി 1 മണിയാലും ശരി 2 മണിയാലും ശരി എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയരെ, അന്ന് ഞങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാവരുമേ ആത്മീയരായി തന്നെ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയിലൂടെ തന്നെയാണ് ഇന്നും ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നത്. ഇത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളാകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരണമെങ്കിൽ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. പ്രാർത്ഥന ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മൾ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മളെ തേടി വരികയില്ല, നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുവാൻ പ്രാപ്തിയുള്ളവരായി മാറണം, പക്വതയുള്ളവരായി മാറണമെങ്കിൽ നിശ്ചയമായും അവർക്കൊരു പ്രാർത്ഥന ജീവിതം ആവശ്യമാണ്.
പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ആർക്കെങ്കിലും ഒരു കഷ്ടമോ നഷ്ടമോ പ്രയാസമോ പ്രതികൂലങ്ങളോ ഒക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, വാ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കർത്താവ് നമുക്ക് സഹായിക്കും, നമ്മുടെ അപ്പന് കഴിയാത്ത കാര്യം ഒന്നുമില്ല എന്ന് പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പക്വതയുള്ളവരായി മാറണമെങ്കിൽ, ആത്മീയരായി മാറണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാവുന്നത്. പ്രിയരെ, ആകയാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നിശ്ചയമായും നാം പ്രാർത്ഥനയിൽ മുന്നേറുന്നവരായി മാറണം, പ്രത്യാശയുള്ളവരായി മാറണം. നാം പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ നിശ്ചയമായും പാലിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമെങ്കിൽ എന്നോട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇടുക. ഞങ്ങൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, 2 വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിലൊക്കെയും റോസ് ഫാമിലിയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ഏത് സമയവും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ ശുശ്രൂഷയോട് ചേർന്ന് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ കടന്നു വരിക, നമുക്കൊരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ മുന്നേറാം. സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു all.